അസ്സലാമു ഇന്ന് ഞാൻ ചെയ്യുന്നത് ഒരു സിമ്പിൾ ലെമൺ റൈസ് ആണ്. അതിന് കൂടെ കോമ്പിനേഷനായിട്ട് ഒരു ചിക്കൻ ഫ്രൈയും. അപ്പോൾ ഇതിനായിട്ട് ഞാൻ 3 ഗ്ലാസ് കൈമ റൈസ് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഒക്കെ ഞാൻ കഴിഞ്ഞ ബിരിയാണി റെസിപ്പിയിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. പിന്നെ അതാ കുറച്ച് കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്, 1/2 കപ്പ് ഉഴുന്ന്, 1 ടേബിൾ സ്പൂൺ കടുക്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവിന് ആവശ്യത്രയും പച്ചമുളക്, ഞാനിവിടെ 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ 3 ചെറുനാരങ്ങ, 1/2 കപ്പ് സൺഫ്ലവർ ഓയിലോ കോക്കനട്ട് ഓയിലോ എടുക്കുക, ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഒരു പാന് വെക്കുക, അത് ചൂടായ ശേഷം അതിലേക്ക് ആവശ്യമായ അത്രയും ഓയിൽ ഒഴിക്കുക. നിങ്ങൾ എടുക്കുന്ന റൈസിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചാണ് ഇതിലെല്ലാം മാറ്റങ്ങൾ വരുത്തേണ്ടത്. നിങ്ങൾക്ക് എത്ര ഓയിൽ വേണോ അതിനനുസരിച്ച് ഒഴിക്കാം. എന്നിട്ട് ആദ്യം ഞാനിതിലേക്ക് കടലപ്പരിപ്പാണ് ഇടുന്നത്. എന്നിട്ട് അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇവിടെ ഇപ്പോൾ കടലപ്പരിപ്പ് ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് സൈഡിലേക്ക് ഞാൻ മാറ്റി വയ്ക്കുകയാണ്. എന്നിട്ട് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് ഉഴുന്നിട്ട് കൊടുക്കാം. ഇതിങ്ങനെ ചെയ്യുന്നത് കടലപ്പരിപ്പിന് കുറച്ചൊരു കുക്കിംഗ് ടൈം കൂടുതലാണ്, അതുകൊണ്ടാണ് അതൊന്ന് കൂടുതലായിട്ട് റോസ്റ്റ് ചെയ്യുന്നത്. ഇതിലേക്ക് ഉഴുന്നിട്ട് കൊടുത്തിട്ട് അതിനെ വീണ്ടും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇത് പെട്ടെന്ന് തന്നെ ആവും, ഉഴുന്നൊക്കെ വേഗം ആവും. ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 3 ഗ്ലാസ് അരിക്ക് 6 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഇത് അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി എല്ലാം ആ ഒരു കറക്റ്റ് നല്ലൊരു കളർ കിട്ടാനും, പിന്നെ മഞ്ഞൾപ്പൊടി നല്ലതാണല്ലോ ചേർക്കുന്നത്. അപ്പോൾ ആ ഒരു കറക്റ്റ് കളർ നിങ്ങൾക്ക് എത്ര വേണോ അതിനനുസരിച്ചിടുക, കൂടുതലാവരുത്. അപ്പോൾ ആ മഞ്ഞൾപ്പൊടിൻ്റെ ആ ഒരു കുത്തൽ വല്ലാതെ ഉണ്ടാവും. ഈ മിക്സ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ബാക്കി ഈ ചൂടിൽ കിടന്ന് കുറച്ചുകൂടെ ആയി കിട്ടും. ഇനി ഈ മിക്സ് നമ്മൾ കുക്ക് ചെയ്ത് വെച്ച റൈസിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഞാൻ റൈസ് കുക്ക് ചെയ്യുന്ന സമയത്ത് സവാള ഒന്നും ചേർത്തിട്ടില്ല. അത് ഒട്ടി പിടിക്കാതിരിക്കാൻ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തു, സൺഫ്ലവർ ഓയിൽ. അപ്പോൾ അത്ര മാത്രം മതി. പിന്നെ റൈസ് എങ്ങനെ റൈസ് കുക്കറിൽ കുക്ക് ചെയ്യുക എന്നുള്ളത് ഡീറ്റെയിൽഡ് വീഡിയോ ഒക്കെ ഞാൻ ബിരിയാണി റെസിപ്പീസിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ചെക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള റൈസ് കിട്ടും. ഇനി ചെയ്യേണ്ടത് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ലെമൺ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 3 മീഡിയം സൈസ് ലെമണാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ജ്യൂസ് കുരു എല്ലാം കളഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്യുക. നിങ്ങൾക്ക് എത്ര പുളി വേണോ അതിനനുസരിച്ച് ചെയ്യുക. ഇത് കറക്റ്റ് പാകമാണ്. ഇനി നിങ്ങൾക്ക് പുളി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു ലെമണ് എക്സ്ട്രാ ചേർക്കാം. പക്ഷേ ഇത് കറക്റ്റ് പാകമാണ്. അപ്പോൾ നിങ്ങളുടെ പുളി അനുസരിച്ച് ടേസ്റ്റ് നോക്കിയിട്ട് ചെയ്യുക. പിന്നെ ഇത് ലെമണെല്ലാം ചേർക്കുന്നത് കൊണ്ട് നമുക്ക് 2 ദിവസം വരെ ഇത് കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇതാ ലെമണെല്ലാം നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ചൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മല്ലിയില ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് നമ്മളിത് ട്രാവൽ ചെയ്യുകയാണെങ്കിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ബെസ്റ്റ് ഒരു റൈസാണ്. നമുക്ക് ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു റൈസാണ് ഇത്. 2 ദിവസം കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. ഇവിടെ ഇപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ ഭാഗത്തേക്കും എല്ലാ ഫ്ലേവറും എത്തുന്ന തരത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കോമ്പിനേഷനായിട്ട് ഒരു സിമ്പിൾ ചിക്കൻ ഫ്രൈ ആണ് ചെയ്യാൻ പോകുന്നത്. കുറച്ചൊരു എരിവും പുളിയും എല്ലാം ഉള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ആദ്യം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി. നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ കൂട്ടാനായിട്ട് ഒരു പിഞ്ച് കളറൊക്കെ ആഡ് ചെയ്യാം, പക്ഷെ ഞാനിവിടെ ചേർക്കുന്നില്ല. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ പെരുംജീരകമാണിത്. ഇനി വേണ്ടത് ചിക്കൻ മസാല ആണ്. ഒരു 1 ടീസ്പൂൺ ചിക്കൻ മസാല ചേർക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിന് പകരം ഗരം മസാലയും ചേർക്കാം. ഇതാകുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് ഫ്ലേവർ കൂടും. ഇനി കുറച്ച് വിനീഗർ, ഒരു 1 ടീസ്പൂൺ വിനീഗർ ഒഴിക്കുക. എന്നിട്ട് നമ്മുടെ ചിക്കൻ നല്ല സോഫ്റ്റ് ഒക്കെ ആവാൻ വേണ്ടിയിട്ട് കുറച്ച് തൈര് ചേർക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യുക. എല്ലാ ഭാഗത്തേക്കും എത്തുന്ന തരത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതൊരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എന്നാലേ ആ ഒരു ഉപ്പും പുളിയും എല്ലാം കറക്റ്റ് ഇതിൽ ചിക്കനിൽ പിടിക്കുകയുള്ളൂ. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് സമയം ഞാനിത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നു. ഇപ്പോൾ പുറത്തേക്ക് എടുത്തോ, നമ്മൾ ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. അതിന് മുന്നേ ആയിട്ട് നമുക്കിതിലേക്ക് കോൺഫ്ലോർ ആഡ് ചെയ്യണം. ഇവിടെ ഞാനൊരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ ഫ്രൈ ചെയ്യാൻ നേരത്ത് മാത്രം ചേർക്കുക, അല്ലെങ്കിൽ നന്നാവില്ല. അപ്പോൾ ഈ ഒരു ടൈമിൽ മാത്രം ഇത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക. കൈ വെച്ച് തന്നെ മാക്സിമം മിക്സ് ചെയ്യുക. അപ്പോഴാണ് കറക്റ്റ് എല്ലാ ഭാഗത്തും എത്താം. ഞാൻ ചിക്കനിലേക്ക് കോൺഫ്ലോർ ആഡ് ചെയ്യുന്ന മുന്നേ തന്നെ എണ്ണ ചൂടാക്കാൻ വെച്ചിരുന്നു. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ കോൺഫ്ലോർ ഇട്ട ഉടനെ തന്നെ ചിക്കൻ പീസസ് ചൂടായ എണ്ണയിലേക്ക് ഇടുമ്പോൾ അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അല്ലെങ്കിൽ ഈ കോൺഫ്ലോർ എല്ലാം വേറിട്ട് വരും. അതുകൊണ്ടാണ്
ഇനി ഞാനിതാ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് തൊലിയോട് കൂടിയിട്ടുള്ള വെളുത്തുള്ളി ഇട്ടു, 3 പച്ചമുളക് ഇട്ടു, കറിവേപ്പില. ഇതൊന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്യുക. എന്നിട്ടാണ് ചിക്കൻ പീസസ് ഞാൻ ഇതിലേക്ക് ഇടുന്നത്, ആ ഒരു ഫ്ലേവർ കൂടി കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഓരോന്നായിട്ട് ചിക്കൻ പീസസ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് തിരിച്ചും മറിച്ചും എല്ലാം ഇട്ട് ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അങ്ങനെ ഞാൻ ചിക്കൻ പീസസ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓരോ സൈഡും ലോ ഫ്ലെയിമിലിട്ട് സാവധാനം തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോഴാണ് നന്നായിട്ട് കിട്ടുക. ഈ കോൺഫ്ലോർ എല്ലാം ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് ഹൈ ഫ്ലെയിമിലിട്ടാൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് സാവധാനം ഇതിനെ ഫ്രൈ ചെയ്തെടുക്കുക. ഞാൻ തിരിച്ചു മറിച്ചിട്ട് ഇതിനെ ഫ്രൈ ചെയ്തെടുത്തു. ഇതിനൊരു സെർവിങ് ബൗളിലേക്ക് ഞാൻ മാറ്റാണ്. ഇനി ചൂടോട് കൂടിയിട്ട് തന്നെ ഞാൻ ഇതിന് മുകളിലേക്ക് വെള്ള എള്ള് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ചൂടോട് കൂടിയിട്ടാലേ ഇത് നല്ല സ്റ്റിക്ക് ആവുള്ളൂ. അപ്പോൾ അങ്ങനെ തന്നെ ചെയ്യുക. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ്. ലെമൺ റൈസും സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. യാത്രയൊക്കെ പോകുന്ന സമയത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി റൈസ് തന്നെയാണ്. അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കരുത്. വീണ്ടും കാണാം. അൻറ്റിൽ ദെൻ ടേക്ക് കെയർ. താങ്ക് യു.